ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. എന്റെ സൗഖ്യദായകൻ യഹോവ റാഫയാകയാൽ ഒന്നുമേ ഭയന്നിടാതെ പോയിടും. രോഗഭീതിയില്ലിനി രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. രോഗഭീതിയില്ലിനി രക്തമെന്റെ കോട്ടയാൽ നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടാമെന്നേറ്റവൻ യഹോവയിരയാകയാൽ വരുവതൊന്നിലും ഭയപ്പെടില്ല ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. കരുതിടുമെനിക്കവൻ വേണ്ടതെല്ലാം അനുദിനം നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. ഇതുവരെ നടത്തിയോ ഏബനേസരാകയാൽ യഹോവ ശമ്മ കൂടെ എന്നുമുള്ളതാ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. കൊടിയുയർത്തും ശത്രുവിൻ മുൻപിൽ യഹോവ നിസി നിർഭയം നിരാമയം വസിക്കും ഞാൻ. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം.
രക്തത്താൽ ജയം ജയം ജയം. ഹല്ലേലൂയ രക്തത്താൽ ജയം ജയം. യേശുവിൻ രക്തത്താൽ ജയം ജയം ജയം. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടി നിൽക്കുവാൻ ദൈവം നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചും കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനായി കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഒരു ഭക്തൻ്റെ ഈ ഭൂമിയിലെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തന്നെ കർത്താവായ യേശുക്രിസ്തു വാനമേഘങ്ങളിൽ വരുമ്പോൾ അവനോടൊത്ത് നമുക്ക് കൈപിടിച്ച് മണവറയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ആ പ്രത്യാശയോടുകൂടിയാണ് എല്ലാ ക്രൈസ്തവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. എന്നാൽ അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം പത്രോസ് ശ്ലീഹ ഇവിടെ പറയുന്നുണ്ട്. നാം വായിച്ച് കേട്ട ആ വേദഭാഗത്തിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ദ ഡേ ഓഫ് ലോഡ്, കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം ആഗതമാകുന്നുവെന്ന്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടുകൂടി ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങളൊക്കെയും കത്തിയെരിയുകയും ഭൂമി അഴിയും അതിലുള്ള പണികളുമെല്ലാം വെന്ത് പോവുകയും ചെയ്യുമെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വലിയ കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നതിനാൽ നാം എത്ര ബന്ധപ്പെടുത്തിയുള്ള ജീവിതം നാം ഇവിടെ ഈ ഭൂമിയിൽ കാഴ്ചവെക്കണം, എത്ര വിശുദ്ധ ജീവിതത്തോടു കൂടിയാണ് നാം ഇവിടെ നിൽക്കേണ്ടതെന്നാണ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്. അത് ഒരു കാത്തിരിപ്പിൻ്റേതായ കാലഘട്ടം തന്നെയാണിത്. ഈ കാലഘട്ടം കാത്തിരിപ്പിൻ്റേതായ കാലഘട്ടമാണ്. അതിന് കൃപായുഗം എന്നാണ് വിശുദ്ധന്മാരെല്ലാം വിളിച്ച് നാം കേട്ടിട്ടുള്ളത്. എന്നാൽ കാതലായൊരു ചോദ്യം ആണ് പത്രോസ് അപ്പോസ്തലൻ്റെ ഈ വാക്യത്തിലൂടെ നാം കേട്ടത്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ്റെ പ്രത്യക്ഷതയിൽ നാം എങ്ങനെയുള്ളവരായി കാണപ്പെടണമെന്നുള്ളതാണ് കാതലായ ചോദ്യം. കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ നിൽക്കുന്നവരായി കാണപ്പെടണമെന്നാണ് അവിടെ വായിച്ച് നാം കേട്ടത്. സമാധാനമുള്ളവർക്കാണ് ഈ ഭൂമിയിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിലെങ്കിൽ എടുക്കപ്പെടാൻ പറ്റുകയുള്ളൂ എന്നാണ് അവിടെ വായിച്ച് കേട്ടത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ സമാധാനം എന്ന് പറയുന്നത്? ഈ സമാധാനത്തെക്കുറിച്ച് എവിടെയാണ് പറയുന്നത്? നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു നൽകുന്ന സമാധാനമാണ് യഥാർത്ഥ സമാധാനമെന്ന് യേശു തന്നെ പറഞ്ഞു. ഈ ലോകം തരുന്ന സമാധാനമല്ല സമാധാനം, എന്നാൽ ഈ ലോകം സമാധാനം കൊടുക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്ത് ഭൗതിക സമാധാനം അന്വേഷിച്ച് ജീവിക്കുന്നവരുമുണ്ട്, ആത്മീക സമാധാനം അന്വേഷിച്ച് ജീവിക്കുന്നവരുമുണ്ട്. അനേകം ആളുകൾ ഭൗതിക സമാധാനത്തിന് പുറകെ പോവുകയാണ്. ഭൗതിക സമാധാനം അന്വേഷിച്ചുകൊണ്ട് ചിലർക്ക് സമാധാനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടും ജീവിക്കുകയാണ്. ചിലർ സമാധാനം എനിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും എനിക്കൊരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർ സിനിമാശാലകളിൽ ആശ്രയിക്കുന്നു, ചിലർ പുസ്തകങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം വിവിധമായ തലങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മനുഷ്യൻ സമാധാന ജീവിതം അന്വേഷിച്ച് നടക്കുകയാണ്. ചിലർ സമയത്തെ കൊന്നുകളയുന്നു. തങ്ങളുടെ മൊബൈൽ ഫോണുകളും മറ്റ് സോഷ്യൽ മീഡിയകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സമയത്തെ കൊല്ലുകയാണ് ചിലർ ചെയ്യുന്നത്. കാരണം അവൻ്റെ ഹൃദയത്തിലേക്ക് സമാധാനം വരണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചിലർ ഭൗതിക സമാധാനത്തിന് പുറമേ ആത്മീകമായ സമാധാനം അന്വേഷിച്ചു പോകുന്നു. എന്നാൽ ഇതിലുള്ളൊരു കുഴപ്പമെന്താണ്? ആത്മീക സമാധാനം അന്വേഷിച്ച് അലയുന്നവർ ചെന്നു ചേരുന്നത് വലിയ ദുർഘടമായ സാഹചര്യങ്ങളിലേക്കാണ്. അബദ്ധ ജടിലമായ ആചാരങ്ങളിലേക്കും
അബദ്ധജടിലമായ വിശ്വാസങ്ങളിലേക്കുമെല്ലാം ഒരു ക്രൈസ്തവൻ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. സമാധാനം അന്വേഷിച്ചാണ് പോകുന്നത്, എന്നാൽ യഥാർത്ഥമായ സമാധാനം അവർക്ക് കിട്ടുന്നില്ല. യേശു പറഞ്ഞു, ഞാനാകുന്നു സമാധാനം, എന്നിലൂടെ മാത്രമേ സമാധാനം ഒഴുകുകയുള്ളൂ എന്ന് പറഞ്ഞു. അതായത് സമാധാനം എന്ന് പറയുന്നത് ഒരു ജലമാണ്. ഈ ലോകം കൊടുക്കുന്ന സമാധാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ജലമാണ്. അത് കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കുമെന്നാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞത്. ഈ ലോകത്തിലെ ജലം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന ജീവജലമാണ്. യെശയ്യാ പ്രവചനം 66-ാമത്തെ അധ്യായം 12-ാം വാക്യത്തിൽ അതുണ്ട്. സമാധാനം നദി പോലെയാണ് ഒഴുകി വരുന്നതെന്നാണ് പറയുന്നത്. സമാധാനം നദി പോലെ ഒഴുകി വരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നദിയാണെങ്കിൽ അതിനൊരു ഉത്ഭവസ്ഥാനം ഉണ്ടാവുകയുമല്ലോ. എന്നാൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ ഉത്ഭവസ്ഥാനം ഉള്ളതോടെ തന്നെ അതൊരു ഉയർന്ന സ്ഥലത്തു നിന്നായിരിക്കും വരുന്നത്. കാരണം ജലം ഒഴുകുന്നത് ഉയരത്തിൽ നിന്ന് താഴേക്കായിരിക്കും. സമാധാനത്തിൻ്റെ നദി എവിടെ നിന്നായിരിക്കാം ഉത്ഭവിക്കുന്നത്? സമാധാനത്തിൻ്റെ നദി ഉത്ഭവിക്കുന്നത് കാൽവരിയിലെ ക്രൂശിൽ നിന്നാണ്. കാൽവരിയിലെ ക്രൂശാണ് ഉയർന്നു നിൽക്കുന്നത്. രണ്ട് കള്ളന്മാരുടെ മധ്യേ തൂക്കപ്പെട്ട് കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിന്നാണ് ഈ സമാധാനം ഒഴുകി വരുന്നത്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കപ്പെട്ട് കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നാണ് ഈ സമാധാനം ഒഴുകി വരുന്നത്. നീതിക്കും അധർമ്മത്തിനും മധ്യേ തൂക്കപ്പെട്ട ക്രൂശിൽ നിന്നാണ് ഈ സമാധാനം ഒഴുകി വരുന്നത്. വഞ്ചനയ്ക്കും സമാധാനത്തിനും മധ്യേ തൂക്കപ്പെട്ട ക്രൂശിൽ നിന്നാണ് ഈ സമാധാനം ഒഴുകി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സമാധാനത്തിൻ്റെ നദി ഒഴുകി വരുന്നത് മശിഹായുടെ ക്രൂശിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. ആ സമാധാനമാണ് സഹോദരങ്ങളെ നമ്മെ കറയും കളങ്കവും ഇല്ലാത്തവരായി ഈ ഭൂമിയിൽ നിർത്താൻ യോഗ്യമായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നാം എങ്ങനെയുള്ളവരായി നിൽക്കണം? കറയും കളങ്കവും പറ്റാതെ സമാധാനപുത്രന്മാരായി നാം ഈ ഭൂമിയിൽ കണ്ടാൽ മാത്രമേ അവനോടൊപ്പം പറന്നു പോവുകയുള്ളൂ. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് തുരങ്കം വയ്ക്കുന്ന മറ്റൊരു പദ്ധതിയാണ് പിശാചിൻ്റേത്. ഈ സമാധാനത്തെ മനുഷ്യന് കൊടുക്കാതെ വണ്ണം എങ്ങനെയെങ്കിലും ഈ സമാധാനത്തെ തടയുക എന്നുള്ളതാണ് പിശാചിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങൾ. മനുഷ്യൻ്റെ സമാധാനം അവൻ പാപം മൂലം കെടുത്തിക്കളയുന്നു. ഒന്നാമത്തെ കാര്യം അതാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം പാപം എന്താണെന്നുള്ളത്. ഈ ഭൂലോകത്തിൽ നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ. എന്നാൽ ആ പാപങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ നാം കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുകയും ഒരു തകർന്ന ഹൃദയത്തോടുകൂടി ഏറ്റുപറയുകയും തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കാതെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അത് ആ പാപത്തിൻ്റെ കുറ്റം അവിടെ ക്ഷമിച്ചു തരുന്നു. ഒരു യഥാർത്ഥമായ മാനസാന്തരവും ഒരു വീണ്ടെടുപ്പും ഒരു വീണ്ടും ജന്മവും അനുഭവിക്കുന്ന ദൈവ പൈതലിന് അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചു കൊടുക്കുന്നു. 32-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് അങ്ങനെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റുപറയുമെന്ന് പറഞ്ഞതേയുള്ളൂ. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു എന്നാണ് പറയുന്നത്. അത് ഏറ്റുപറയുമ്പോൾ ക്ഷമിക്കപ്പെട്ട് കിട്ടുന്നതാണ് നാം ചെയ്തു കൂട്ടുന്ന പാപം. അതുതന്നെയാണ് യോഹന്നാൻ്റെ 1-ാമത്തെ അധ്യായം 9-ാം വാക്യത്തിലും അതുതന്നെയാണ് പറയുന്നത്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കുവാൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ നാം ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് നമുക്കതിനകത്തുനിന്ന് രക്ഷ പ്രാപിക്കാവുന്നതേയുള്ളൂ. എന്നാൽ സഹോദരങ്ങളെ, പാപം 2 വിധത്തിലാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഒന്നാമത്തെ പാപം ഈ വിധത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ രണ്ടാമത് ഒരു പാപമുണ്ട്. ആ പാപമാണ് നമ്മിൽ അന്തർലീനമായി നിൽക്കുന്ന പാപമെന്ന് പറയുന്നത്. അതിന് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന വാക്കാണ് പാപപ്രമാണം എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു പാപപ്രമാണത്തിന് അടിമപ്പെട്ടാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. അപ്പോസ്തലൻ പറയുകയാണ്, ഈ മരണത്തിനതീതമായ ശരീരത്തിൽ ഒരു പാപപ്രമാണമുണ്ടെന്ന്. അതായത് തൻ്റെ ബുദ്ധിയോട് പോരാടുന്ന ഒരു പാപപ്രമാണം ശരീരത്തിൽ വാഴുന്നു എന്നാണ്. ഇത് അന്തർലീനമായി നിൽക്കുന്ന പാപത്തെക്കുറിച്ചാണ് അപ്പോസ്തലനോട് വിവരിക്കുന്നത്. ഈ മരണത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണെന്ന് വിടുവിക്കുന്നത്? ഈ ശരീരം മുഴുവൻ പാപപ്രമാണത്തിലായിരിക്കുകയാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്നിലുള്ളിലുള്ള ആത്മാവാണ്. ഈ ആത്മാവിനൊന്ന് വിടുതൽ കിട്ടണം. ഈ ആത്മാവിന് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പോകണം. അതിന് തടസ്സമായി നിൽക്കുന്ന പാപപ്രമാണത്തെ മാറ്റിക്കളഞ്ഞേ പറ്റിയുള്ളൂ അപ്പോസ്തലൻ പറയുകയാണ്. ഈ പാപപ്രമാണത്തിൽ നിന്ന് ഞാൻ മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പാപപ്രമാണമാണ് ഒരു മനുഷ്യനെ അരിഷ്ടനാക്കുന്നത് പറയുന്നു. എന്നാൽ എങ്ങനെയാണ് ഈ പാപപ്രമാണത്തിൽ നിന്ന് മുക്തി നേടുന്നത്? അതിന് സഹോദരങ്ങളെ,
ഒരൗഷധക്കൂട്ട് മാത്രമേ ഇന്ന് ഈ ലോകത്തിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ചടങ്ങുകളോ കാര്യാദികളോ ഒന്നും ഈ പാപപ്രമാണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിന്നൊഴുകിയ പരിശുദ്ധമായ രക്തം മാത്രമേ ഉള്ളൂ ഈ പാപപ്രമാണത്തിൽ നിന്ന് ഒരു മനുഷ്യന് വിടുതൽ കൊടുക്കുന്നത്. ഒന്നാമത് സഹോദരങ്ങളെ, മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയുവാൻ പാപം മുഖേന ശ്രമിച്ചുകൊണ്ട് പിശാച് മുന്നോട്ട് വരികയാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ ഇതിൽ പൂർത്തീകരണം വരുത്തുവാൻ പറ്റുകയുള്ളൂ എന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇനി അത് എങ്ങനെയാണ് വരാതെ നോക്കേണ്ടത്? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രൂശീകരണമാണ് പാപത്തെ തടയുന്നത്. ക്രൂശീകരണത്തിലൂടെ മാത്രമേ പാപം ക്രൂശിക്കപ്പെടുകയുള്ളൂ. രക്ഷ ക്രൂശിലാണ് വരുന്നത്. ക്രൂശ് സമാധാനത്തിൻ്റേതാണ്. അങ്ങനെയാണ് നാം സമാധാനം അനുഭവിക്കാൻ പോകുന്നത്. ക്രൂശാണ് മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ക്രൂശാണ് ഈ ഭൂമിയിൽ സമാധാനം തരുന്നത്. ക്രൂശാണ് നിത്യതയിലേക്കും സമാധാനം കൊടുക്കുന്നത്. സഹോദരങ്ങളെ, പിശാചിനെ കർത്താവ് ജയിച്ചത് ക്രൂശിലാണ്. ദൈവത്തിന് സ്തോത്രം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി, പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി കർത്താവായ യേശുക്രിസ്തു എവിടെ? ക്രൂശിലാണ്. ക്രൂശിന്മേൽ അവൻ പിശാചിൻ്റെ തലയെ തകർത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വെള്ളത്തിന്മീതെ നടന്നപ്പോൾ പിശാച് പരാജയപ്പെട്ടോ? ഇല്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ പിശാചിനെ തോൽപ്പിക്കുകയാണോ ചെയ്തത്? അല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ സഹോദരങ്ങളെ, കാനാവിലെ കല്യാണത്തിന് വെള്ളം അവൻ വീഞ്ഞാക്കി. അവിടെ പിശാചിനെ തോൽപ്പിക്കുകയാണോ ചെയ്തത്? അല്ല. ദൈവത്തിന് സ്തോത്രം. പിശാചിനെ തോൽപ്പിച്ചത് കർത്താവ് ക്രൂശിലാണ്. ക്രൂശിൽ അവൻ്റെ തലയെ തകർത്ത് കളഞ്ഞു. എന്നാൽ സഹോദരങ്ങളെ, അതിൻ്റെ ഡിക്ലറേഷൻ വന്നത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ മാത്രമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ മാത്രമാണ് അതിൻ്റെ ഡിക്ലറേഷൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. നാം പറഞ്ഞു വന്നെന്താണ്? ഈ ക്രൂശിൽ നിന്നാണ് സമാധാനം വരുന്നത്. ഈ ക്രൂശിൽ നിന്നുള്ള സമാധാനം അനുഭവിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ കറയും കളങ്കവും ഇല്ലാത്തവരായി നമുക്ക് അവൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവൻ്റെ സന്നിധിയിലേക്ക് എടുക്കുവാനായി സമാധാനത്തോടു കൂടി കറയും കളങ്കവും ഇല്ലാത്തവരായി നാം നിൽക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, മനുഷ്യൻ്റെ സമാധാനത്തെ പാപം മുഖേന കെടുത്തിക്കളയുന്നു പിശാച്. രണ്ടാമതായി എന്താണ്? മനുഷ്യൻ്റെ സമാധാനത്തെ കുറ്റബോധം മുഖേന എടുത്തു കളയുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. കുറ്റബോധം 2 തരത്തിലുണ്ട്. പാപം ചെയ്തവന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്നൊരു കുറ്റബോധമുണ്ട്. അത് ആന്തരികമായ ഒരു കുറ്റബോധമാണ്. കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയല്ലോ, എൻ്റെ യേശുവപ്പ എന്നോട് ക്ഷമിക്കണമേ, നിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്നുള്ള ആ കുറ്റബോധം. കർത്താവേ, ഇനി ഒരിക്കലും ഞാൻ ആ പാപത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. അതിനൊരു പ്രത്യേക ട്യൂണുണ്ട് സഹോദരങ്ങളെ. കർത്താവേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുന്നൊരു ട്യൂണുണ്ട്. ആ ട്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവേ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി എന്നതാണ് അതിൻ്റെ ട്യൂണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. മുടിയൻ പുത്രൻ തിരികെ വരുമ്പോൾ അവന് കിട്ടുന്ന സുബോധം അതാണ്. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി. ആ സുബോധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ആ മാനസാന്തരം എന്ന് പറയുന്നത്. അതവൻ്റെ കുറ്റബോധമാണ്. ഇനി എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ ഞാൻ ഒരിക്കലും ഒരു തെറ്റുകാരനായിരിക്കുകയില്ല എന്നുള്ള ഒരു സമർപ്പണത്തോടു കൂടിയുള്ള ഒരു കുറ്റബോധമാണ്. ആ കുറ്റബോധം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവാണ്. ആ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം നൽകുന്ന പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ കുറ്റബോധം അവനുണ്ടാകുന്നത്. അവൻ അപ്പൻ്റെ സന്നിധിയിലിരുന്ന് അയ്യം വിളിച്ച് കരയുകയാണ്, എൻ്റെ കർത്താവേ, ഈ കുറ്റബോധം എന്നെ തകർത്ത് കളഞ്ഞുവല്ലോ, ദൈവമേ, ഇനി ഒരിക്കലും അത് ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഇടിച്ചിറങ്ങി വരികയാണ്. അവനിലുള്ള കറകളും കളങ്കങ്ങളും എല്ലാം മായ്ച്ചു തരികയാണ്. അവനെ വിശുദ്ധനായി നിർത്തുകയാണ്. യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ അവന് വിശുദ്ധ ജീവിതത്തിനോടുകൂടി നിൽക്കുവാൻ സാധിക്കുകയാണ്. എന്നാൽ രണ്ടാമതൊരു കുറ്റബോധമുണ്ട് സഹോദരങ്ങളെ. എന്താണ് രണ്ടാമത്തെ കുറ്റബോധം എന്ന് പറയുന്നത്? ആ കുറ്റബോധം നൽകുന്നത് പൈശാചികനാണ്, പിശാചാണ്. ഒരു പാപം മനുഷ്യനിൽ വന്നു കഴിയുമ്പോൾ പിശാച് അവനോട് പറയുന്നു, അവനെ നിരാശയിലേക്കാക്കുന്നു. നീ എന്തിനീ പാപത്തിൽ അകപ്പെട്ടു? നീ ഒരിക്കലും ഈ പാപത്തിൽ നിന്ന് കരകയറി വരികയില്ല. നിൻ്റെ ജീവിതത്തിൽ എന്നും ഈ പാപം അങ്ങനെ തന്നെ നിലനിൽക്കും എന്നവനോട് ഓതിക്കൊടുക്കുന്നു. ഇത് കേട്ട് അവൻ്റെ ഹൃദയം അങ്ങ് നിരാശയിലേക്ക് വരുന്നു.
ദൈവമേ, എനിക്ക് ഈ പാപത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ, ഈ പാപം എന്നെ തകർത്ത് കളയുകയാണല്ലോ. അവൻ നിരാശയിലേക്ക് പോവുകയാണ്. പിന്നെ അവനെ നയിക്കുന്നത് നിരാശയാണ്. ഈ ഭൂമിയിലെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവനത് പൂർണ്ണമായി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഒരാത്മീയമായൊരു ശുശ്രൂഷ ചെയ്താലോ ഒരാത്മീയ കാര്യങ്ങളിൽ നാം ഭൗതികമായിട്ട് ഇടപെടുകയോ ചെയ്യുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ താൻ ചെയ്ത പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം നിലനിൽക്കുകയാണ്. കർത്താവേ, ഞാൻ പാപത്തിലാണല്ലോ ജീവിച്ചത് എന്നവൻ ഓർക്കുകയാണ്. ഈ കുറ്റബോധം നൽകുന്നത് പിശാചാണ്. കാരണം അവനെ ഈ പാപത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുവാനും പാപത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരുവാനും പിശാചിന് പരിപാടി ഇല്ലാത്തതുകൊണ്ട് എന്നും അവനിൽ കുറ്റബോധം നിലനിർത്തി കൊടുക്കുന്നു. ഇതാണ് പിശാച് തരുന്ന കുറ്റബോധം എന്ന് പറയുന്നത്. കടുത്ത നിരാശ, ഒരിക്കലും രക്ഷപ്പെടുത്തുകയില്ല, ഒരിക്കലും നീ ജയിക്കുകയില്ല എന്നുള്ള ബോധ്യം മനുഷ്യനിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്ന ഈ പിശാച് മനുഷ്യനിൽ കുറ്റബോധം കൊടുക്കുന്നു. അങ്ങനെ കുറ്റബോധം പരിശുദ്ധാത്മാവ് നൽകുന്ന കുറ്റബോധവുമുണ്ട്, പിശാച് നൽകുന്ന കുറ്റബോധവുമുണ്ട്. മനക്ലേശത്താലിരിക്കുന്ന സഹോദര, ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നൽകുന്ന കുറ്റബോധമാണോ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് നോക്കണം. പരിശുദ്ധാത്മാവ് നൽകുന്ന കുറ്റബോധമാണെങ്കിൽ ഇനി ഒരിക്കലും നാം ചെയ്തു കൂട്ടിയ പാപത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. ഇനി ഒരിക്കലും കർത്താവേ, അഥവാ ഏതെങ്കിലും പാപം പൈശാചിക പ്രേരണയാൽ വന്നുവെങ്കിലും അയ്യം വിളിച്ച് കരഞ്ഞുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് അപ്പാ ഈ കറയെ കഴുകി കളയണം, ഈ സമാധാനത്തെ തകർക്കുന്ന പൈശാചിക ബന്ധനങ്ങളെ അഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാം അയ്യം വിളിച്ച് കരയുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ പാപത്തിൻ്റെ കറകളെല്ലാം മായ്ച്ചു തരും. എല്ലാ കറകളും മായ്ച്ച് ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിന് ഉടമകളായിട്ട് നമ്മെ അവൻ്റെ സന്നിധിയിൽ നിർത്തിത്തരും. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് നാം കണ്ടത് പാപമാണ് മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയുവാൻ പിശാച് ഉപയോഗിക്കുന്നത്. രണ്ടാമത് നാം കണ്ടു കുറ്റബോധമാണ് മനുഷ്യനെ പിശാച് തകർത്ത് കളയുന്ന മറ്റൊരായുധമെന്ന്. മൂന്നാമതായി നാം വായിക്കുന്നത് ഭയത്തിൻ്റെ ആത്മാവ് സമാധാനത്തെ കെടുത്തിക്കളയുന്നുവെന്നാണ്. ഭയത്തിൻ്റെ ആത്മാവ്. ചിലർക്ക് മാനുഷഭയമുണ്ട്, ചിലർക്ക് ഇരുട്ടിനെ പേടിയാണ്, ചിലർക്ക് രോഗശങ്കയാണ്, രോഗത്തെ പേടിയാണ്, ചിലർക്ക് മരണത്തെ പേടിയാണ്, ചിലർക്ക് തിരുവചനം വായിച്ച് കേൾക്കുന്നത് പേടിയാണ്, ചിലർക്ക് തിരുവചനം വായിക്കുന്നതും അത് മുഴങ്ങിക്കേൾക്കുന്ന രംഗത്തേക്ക് പോയിരിക്കാൻ പേടിയാണ്, ഒരു ബൈബിൾ കാണുന്നത് തന്നെ പേടിയായിട്ടുള്ളവരുണ്ട്. അങ്ങനെ അനേകർ ഭയാശങ്കകളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇനി എങ്ങനെയായി തീരും എൻ്റെ ജീവിതം? ആ ഉത്കണ്ഠ അവർക്ക് വരികയാണ്. ഭാവി എങ്ങനെയായി തീരും? മക്കളുടെ ഭാവി എങ്ങനെയായി തീരും? മാതാപിതാക്കളുടെ ഭാവി എങ്ങനെയായി തീരും? ഞാൻ എങ്ങനെയെല്ലാം മുന്നോട്ട് നയിക്കണം? എൻ്റെ ആത്മീയ ജീവിതം എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം? ഇങ്ങനെ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഭയാശങ്കകളിലുള്ള ഒരു മാനുഷ്യ ജീവിതമുണ്ട് സഹോദരങ്ങളെ. അതൊരു വേട്ടക്കാരൻ്റെ കെണിയാണത്. അത് പൈശാചികൻ്റെ തന്ത്രമാണ്. അത് പിശാചിൻ്റെ ആവനാഴിയിലെ ഒരസ്ത്രമാണത്. ഒരിക്കലും കിട്ടാത്ത മനുഷ്യനെ പിശാചിൻ്റെ ആവനാഴിയിലെ ഒരവസാനത്തെ അസ്ത്രമെന്ന് ഞാൻ പറയും. അവനെ ഭയത്തിൻ്റെ അസ്ത്രത്തിൽ അവനെ തീർക്കുക എന്നുള്ളത്, അവനിൽ ഒരു ഭയം കുത്തിവെച്ച് കൊടുക്കുക എന്നുള്ളത്, അത് പിശാചിൻ്റെ തന്ത്രത്താലാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? അതിൻ്റെ ഉത്തരമാണ് 91-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. 91-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത് സുരക്ഷയുടെ സങ്കീർത്തനമാണ്. ഗ്യാരണ്ടീസ് ഓഫ് സെക്യൂരിറ്റി എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു സങ്കീർത്തനമാണത്. ആ സങ്കീർത്തനം ഈ ഭയത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന സങ്കീർത്തനമാണ്. കാരണം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിൽക്കണമെന്ന്. നാം യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിന്നാൽ ഉള്ള ഗുണമാണ് പറയുന്നത്. യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നിന്നാൽ നമുക്ക് ഭയപ്പാടുകളെല്ലാം മാറിപ്പോകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് സഹോദരങ്ങളെ ഭയപ്പാട് അകറ്റുന്നത്. ഭയം കുത്തിവയ്ക്കുവാനായി പിശാച് വരും. എന്നാൽ ഭയത്തിൽ നിന്ന് രക്ഷ നൽകുന്നത് യേശുവിൻ്റെ ക്രൂശിൽ നിന്നൊഴുകിയ പരിശുദ്ധ രക്തമാണ്. യേശുവിൻ്റെ ക്രൂശിൽ നിന്നൊഴുകിയ പരിശുദ്ധമായ സമാധാനമാണ് നമ്മുടെ ഭയപ്പാടുകൾ അകറ്റുന്നത്. യേശു സമാധാനം തന്നാൽ പിന്നെ എവിടെ ഭയമില്ല സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒന്നിനും ഭയത്തിന് സ്ഥാനമില്ല. യേശുവാണ് സമാധാനം തന്നത്. ആ സമാധാനം നിലനിൽക്കുന്നതാണ്. ആ സമാധാനമാണ് എന്നെ കറയും കളങ്കവുമില്ലാത്തവനായി അവൻ്റെ സന്നിധിയിൽ നിർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ശയ്യാപ്രവചനം 41-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും.
എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറയുന്നു. യഹോവയുടെ ഒരു ഭുജമുണ്ട് സഹോദരങ്ങളെ. കർത്താവിൻ്റെ ഒരു കരം നമ്മെ താങ്ങിക്കൊണ്ടിരിക്കുന്നു. അടിയിൽ നിന്ന് കീഴേ അവൻ്റെ ശാശ്വത ഭുജങ്ങൾ നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പൈശാചികമായിട്ടുള്ള ഏതൊരാക്രമണത്തെയും യേശുക്രിസ്തുവിൻ്റെ സമാധാനം കൊണ്ട് നമുക്ക് കീഴടക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ നമുക്ക് നിൽക്കണം സഹോദരങ്ങളെ. ഒരു സമാധാന നിയമം കർത്താവ് കൊടുക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 54:10 ഞാനൊരു സമാധാനത്തിൻ്റെ നിയമം കൊടുക്കുമെന്ന് പറയുന്നത്. എന്നാൽ ആ നിയമം എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? നമുക്ക് വായിച്ചു കേൾക്കാം. കൊലോസ്യ ലേഖനം 1:20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ രക്തമാണ് ഈ സമാധാന നിയമം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ ഈ സമാധാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ ഈ സമാധാനക്കേട് മുഖേന ഒരു മനുഷ്യനിലുണ്ടായ മുറിവ് ഉണക്കാൻ പറ്റുകയുള്ളൂ. സമാധാനക്കേടും മുഖേന ഉണ്ടാകുന്ന ഒരു ദൈവ പൈതലിനുണ്ടാകുന്ന മുറിവ് ഉണക്കിയെടുക്കുവാനായിട്ടുള്ള ഔഷധം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുവരെയും അനേകം ചികിത്സകളെല്ലാം നടത്തി, ഇതുവരെയും പലത് ചെയ്തു നോക്കി, സമാധാനം മാത്രം മനുഷ്യന് കിട്ടുന്നില്ല. എന്നും പേടിയാണ്, കറ മാറുന്നില്ല എന്നുള്ള ഒരു ഉത്കണ്ഠയുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ രക്തമാണ് അവന് സമാധാനം കൊടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്തമാണ് ഉണങ്ങാത്ത മുറിവുകളെ ഉണക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അത് വരുന്നത് കർത്താവിൻ്റെ ക്രൂശിൽ നിന്നാണ്. യേശുവിൻ്റെ രക്തമെന്ന് പറയുന്ന ആ സുഗന്ധ ലേപനം, ദൈവത്തിന് സ്തോത്രം, അത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് സഹോദരങ്ങളെ. സമാധാനമില്ലെങ്കിലും മനക്ലേശത്തോടു കൂടി ഇരിക്കുകയാണെങ്കിലും നാം കർത്താവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കണം. ആ ഗിലെയാദിലെ നല്ല വൈദ്യൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ജീവിതം വെച്ചു മാറിക്കൊടുക്കണം സഹോദരങ്ങളെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എന്താണ്? ആ വൈദ്യൻ ചികിത്സ ഏറ്റെടുക്കുകയാണ്. ആ വൈദ്യൻ അവൻ്റെ കയ്യിലുള്ള ആ സുഗന്ധ കൂട്ടുകൊണ്ട് ഒരിക്കലും അണ്ടകടാഹത്തിൽ ഒരു സ്ഥലത്ത് പോലും കിട്ടാത്ത ഒരു മരുന്നവൻ്റെ കയ്യിലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തമെന്ന് പറയുന്ന ആ സുഗന്ധ ലേപനക്കൂട്ട്. ദൈവത്തിന് സ്തോത്രം. ആ മുറിവുകൾ ഉണക്കുവാനായി, ജീവിതത്തിൽ വന്നുപോയ സകല കന്മഷവും മാറ്റുവാനായി, സകല മുറിവ് ഉണക്കുവാനായി പരിശുദ്ധ രക്തവുമായിട്ട് ഗിലെയാദിലെ വൈദ്യനാണ് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ രക്തം സഹോദരങ്ങളെ, അത് തടസ്സം മാറ്റുന്ന രക്തമാണ്, അത് ബന്ധനമഴിക്കുന്ന രക്തമാണ്. ഗിലെയാദിലെ സുഗന്ധ തൈലം സമാധാനം നൽകുന്ന രക്തമാണ്. വ്യക്തി ജീവിതത്തിലേക്ക് സമാധാനം തരുന്ന രക്തമാണ്. കുടുംബജീവിതത്തിലേക്ക് സമാധാനം തരുന്ന രക്തമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. ആ സമാധാന പ്രഭുവായവൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ വെച്ചുമാറിയാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അവനോടൊത്ത് പറന്നു പോകാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ആ സമാധാന പ്രഭുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വെച്ചുമാറിയാൽ നാം ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടി കറയും കളങ്കവുമില്ലാത്തവരായി നമുക്ക് ജീവിക്കാൻ പറ്റും. നിത്യതയിൽ കടന്നു ചെല്ലുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരം പിടിച്ച് സമാധാന ദേശത്ത് വാഴുവാനും പറ്റും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.